ഇലോങ്ങേറ്റഡ് ആയിട്ട് വിത്ത് റീപ്ലേസ്മെന്റ് ഓഫ് പാർഷ്യൽ ആൻഡ് ചീഫ് സെൽസ് ബൈ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻസ്. അവിടുത്തെ പറേറ്റൽ സെൽസിനെയും ചീഫ് സെൽസിനെയും ഒക്കെ റീപ്ലേസ് ചെയ്ത് അവിടെ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ മെനിട്രസിസിൽ എപ്പോഴും ഈ ഗ്യാസ്ട്രിക് പിറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ടോർച്ചസ് ആവും, ഇങ്ങനെ ചുരുണ്ട് കൂടി ഇങ്ങനെ നിന്നിട്ട് അവിടുത്തെ പറേറ്റൽ സെൽസിനെയും ചീഫ് സെൽസ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് വരും. അവിടെ എന്ത് പറ്റും, നമ്മൾ മെനിട്രസിസിൽ എക്സസീവ് ഗ്രോത്ത് അല്ലേ, അപ്പോൾ അവിടെ എക്സസീവ് ഗ്രോത്ത് പറയുമ്പോൾ അവിടെ ട്രാൻസ്ഫോമിങ് ഗ്രോത്ത് ഫാക്ടർ ആൽഫ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എക്സസീവ് പ്രൊഡക്ഷനോ അവിടെ എന്തോ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ട്രാൻസ്ഫോമിങ് ഗ്രോത്ത് ഫാക്ടർ ആൽഫ അവിടെ എക്സസീവായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ഹൈപ്പർട്രോഫി ഓഫ് ദ ഗ്യാസ്ട്രിക് മ്യൂക്കോസ നോട്ട് എക്സോഫൈറ്റ്, നമ്മൾ ക്യാൻസറിലൊക്കെ ഉണ്ടാകുന്നത് പോലെ അല്ലെ വാട്സിലൊക്കെ ഉണ്ടാകുന്നത് പോലെ എക്സോഫൈറ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല ഉണ്ടാകുന്നത്, ഒരു ഹൈപ്പർട്രോഫിയാണ്. ഗ്യാസ്ട്രിക് മ്യൂക്കോസിന്റെ ഹൈപ്പർട്രോഫിയാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ മെനിട്രസിസ് തന്നിട്ട് ഈസ് ആൻ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എക്സോട്ടിക് ആയിട്ട് എക്സോഫൈറ്റിക് ആയിട്ടുള്ള ഗ്രോത്ത് വന്നു എന്നൊക്കെ സെന്റൻസ് വരും. പക്ഷെ അങ്ങനെയല്ല, അവിടെ ഹൈപ്പർട്രോഫി മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഗ്ലാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ടോർഷ്യസ് ആയിട്ട് ഇലോങ്ങേറ്റഡ് ആയിട്ട് അവിടെ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് കൂടുതലായിട്ട് ഉണ്ടാവും. അവിടെ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ആൽഫ കൂടുതലായിട്ട് ഉണ്ടാവും. അവിടെ എക്സോഫൈറ്റിക് ഗ്രോത്ത് അല്ല, ഹൈപ്പർട്രോഫി ഓഫ് ദ ഗ്യാസ്ട്രിക് മ്യൂക്കോസ് ആണ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിച്ച് ഞാൻ പോവാണേ. അപ്പം അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അവിടുത്തെ ഗ്ലാൻസ് ഒക്കെ എവിടെയാണ് കൂടുതലായിട്ടുള്ളത്? മ്യൂക്കസ് ഫോൾഡ് ബോഡിയിലും ഫണ്ടസിലും ആണ് കൂടുതലായിട്ട് അവിടുത്തെ ഗ്ലാൻസ് ഒക്കെ എൻലാർജ് ചെയ്യുന്നത്, മ്യൂക്കസ് ഫോൾഡ്സ് ഒക്കെ എൻലാർജ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ആർ ഹൈപ്പോ, കാരണം പരേറ്റൽ സെൽസ് ഇല്ല. സ്ലൈഡ് പോകണ്ടല്ലോ. അപ്പൊ അവിടെ പറേറ്റൽ സെൽസ് ഇല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഹൈപ്പോക്ലോർഹൈഡ്രിയ, അവിടെ HCl പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ അവിടെ നമ്മൾ HCl പ്രൊഡക്ഷൻ കുറയും. അവിടെ എന്ത് പറ്റും? പ്രോട്ടീൻ ലോസിങ് എൻട്രോപ്പതി, കാരണം എക്സസീവ് ആയിട്ട് അവിടെ മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ പ്രോട്ടീൻ ഒക്കെ അതങ്ങ് ലോസ് ചെയ്യും. ഈ ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ ഇങ്ങനെ എക്സുഡേഷൻ വന്നിട്ട് അവിടെ ഇഷ്ടംമാതിരി പ്രോട്ടീൻ ലോസ് ആവും. ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? കറക്റ്റ് ഇപ്പൊ കിട്ടിയ നിങ്ങൾക്ക് അതിന്റെ പാത്തോളജി മനസ്സിലായാൽ ഇതിന്റെ സിംറ്റംസും അല്ലെ അതിൽ നടക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാവും. മെനിട്രസിസിലെ അവിടെ സെൽസ് ഒക്കെ അവിടുത്തെ പിറ്റ്സ് ഒക്കെ ഭയങ്കര ഇലോങ്ങേറ്റഡ് ആണ്. അപ്പോൾ അവിടെ ഫുൾ മ്യൂക്കസ് പ്രൊഡക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ പറേറ്റൽ സെൽസ് ഒക്കെ മാറുമ്പോഴേക്ക് അവിടെ HCl പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ അവിടെ HCl പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയും. അവിടെ എക്സസീവ് ആയിട്ട് ഈ മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ സ്റ്റമക്കിൽ ഇങ്ങനെ എക്സുഡേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ ലോസിങ് എൻട്രോപ്പതിയാണ് ഇതിൽ നമ്മൾ കാണുക. ബോഡിയിലും ഫണ്ടസിലുമാണ് ഈ മ്യൂക്കസ് ഫോൾസ് കൂടുതലായിട്ട് കാണുന്നത്. അവിടെ എക്സോഫൈറ്റിക് ഗ്രോത്ത് അല്ല ഉള്ളത്, ഹൈപ്പർട്രോഫിയാണ് ഉള്ളത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ കുറയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. അടുത്തതാണ് സോളിഞ്ചർ എലിസൺ സിൻഡ്രോം ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ സോളിഞ്ചർ എലിസൺ സിൻഡ്രത്തിൽ ഇത് ഉണ്ടാവുന്നുണ്ടെന്ന് ഓർത്താൽ മതി. അൾസേഴ്സ് കൂടുതലായിട്ട് ഡുവോഡനത്തിന്റെ ബൾബിൽ അൾസേഴ്സ് ഉണ്ടാവുന്നുണ്ട് സോളിഞ്ചർ എലിസൺ സിൻഡ്രോം. അപ്പോൾ ഇവിടെ ട്രയാഡ് ഓഫ് സിവിയർ പെപ്റ്റിക് അൾസറേഷൻസ് ഉണ്ടാവുക, അൾസറേഷൻ ഗ്യാസ്ട്രിക് ആസിഡിന്റെ ഹൈപ്പർ സെക്രീഷൻ ഉണ്ടാവുക, ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ, നമ്മുടെ പാൻക്രിയാസിലും ഡുവോഡനത്തിലും ഒക്കെ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് ഉണ്ടാവും. ഈ സോളിഞ്ചർ എലിസൺ സിൻഡ്രത്തില് 3 സാധനങ്ങളാണുള്ളത്. 3 സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാഡ് ഓഫ് നമ്മൾ ഗ്യാസ്ട്രിക് ആസിഡ് ആദ്യം ഇങ്ങനെ ഓർത്ത് വെച്ചോ. ഗ്യാസ്ട്രിക് ആസിഡ് ഹൈപ്പർ സെക്രീഷൻസ് ഉണ്ടാവാം. പിന്നെ സ്റ്റൊമക് ഡുവോഡനത്തിലോ അല്ലെങ്കിൽ പാൻക്രിയാസിലോ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ ഗ്യാസ്ട്രോനോമാസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടുമ്പോഴേക്ക് ഗ്യാസ്ട്രിക് ആസിഡ് ഒക്കെ ഹൈപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുക? അൾസറേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഗ്യാസ്ട്രോനോമാസ് നോൺ ബീറ്റാ സെൽ ട്യൂമേഴ്സ് ആയിട്ടുള്ള ഗ്യാസ്ട്രോനോമാസ് ഡുവോഡനത്തിലും പാൻക്രിയാസിലും ഉണ്ടാവും. അപ്പോൾ അത് എന്ത് എക്സസീവായിട്ട് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീറ്റ് ചെയ്യും. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പെപ്റ്റിക് അൾസേഴ്സ് ഉണ്ടാവും. പെപ്റ്റിക് അൾസറേഷൻസ് വരുമ്പോൾ ഡയേറിയ ആയിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുക. കോമൺ ആയിട്ട് പ്രസന്റേഷൻ ഡയേറിയ ആയിട്ട്, അബ്ഡമിനൽ പെയിൻ ആയിട്ട്, അതൊക്കെ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. അപ്പോൾ അൾസേഴ്സ് ഉണ്ടാകുന്നത് ഡുവോഡനൽ ബൾബിലാണ് അൾസർ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അവിടെ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ്
നോൺ ബീറ്റാ സെൽ ട്യൂമേഴ്സ് ആയിട്ടുള്ള ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് ഉണ്ടാവും അവിടെ, പാൻക്രിയാസിലും ഡുവോഡനത്തിലും ഉണ്ടാവും. അപ്പോൾ അത് ഗ്യാസ്ട്രിക് ആസിഡ്, എക്സസീവായിട്ട് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ വരും, അപ്പോൾ അൾസറേഷൻസ് വരും. അപ്പോൾ പേഷ്യൻറ്റിന് അൾസർ വരുമ്പോൾ അബ്ഡമിനൽ പെയിന് വരും, ഡയേറിയ ഒക്കെ പ്രസൻറ്റ് ചെയ്യും. അത് കോമൺ ആയിട്ട് 13 to 15 years ഓഫ് ഏജസിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഇതാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞത്. ട്യൂമേഴ്സ് കൂടുതലായിട്ട് ഗ്യാസ്ട്രിൻ ഉണ്ടാക്കും. ഗ്യാസ്ട്രിൻ എന്തുണ്ടാക്കും? ആസിഡ് സെക്രീഷൻ കൂട്ടും. ആസിഡ് സെക്രീഷൻ കൂട്ടുമ്പോഴേക്കും അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അത് കോമൺ ആയിട്ട് ഈ ഡുവോഡനത്തിൻ്റെ ബൾബിലാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഗ്യാസിൻ്റെ ലെവൽ കൂടുതലായിട്ട് എലിവേറ്റ് ചെയ്യും. സെറം ഗ്യാസിൻ്റെ ലെവൽ കൂടും, 10 to 1000 ഫോൾഡിലേക്ക് കൂട്ടാൻ തുടങ്ങും. മാക്സിമൽ ഹിസ്റ്റമിൻ ടെസ്റ്റ്, നമുക്ക് GIAT-യിലെ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ മാക്സിമം ഹിസ്റ്റമിൻ ടെസ്റ്റ്, ബേസിൽ ആസിഡ് ഔട്ട്പുട്ട് കൂടാൻ തുടങ്ങും. ആസിഡ് ഔട്ട്പുട്ട് ഒക്കെ നന്നായിട്ട് കൂടും, ഗ്യാസിൻ്റെ ലെവൽ കൂടുതലായിട്ട് കൂടും. 1000 പൈക്കോഗ്രാമിനേക്കാളും കൂടുതലായിട്ട് വരുവാണെങ്കിൽ, ഫാസ്റ്റിംഗ് ഗ്യാസിൻ്റെ ലെവൽ 1000 പൈക്കോഗ്രാമിനേക്കാളും കൂടുതലായിട്ട് വരുവാണെങ്കിൽ ഗ്യാസ്ട്രിനോമ നമുക്ക് സസ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഗ്യാസിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും കേട്ടോ. ഇത്രയാണ് സോളിഞ്ചർ എലിസൺ സിൻഡ്രോം. ഇത് കറക്റ്റ് ഓർമ്മ അല്ല, ഇതല്ലേ, ക്ലിയർ അല്ലേ? സൈറ്റ് എവിടെയാ അതൊക്കെ ഓർത്ത് വെച്ചേക്കുക. അതിന്റെ ട്രയാഡിൽ എന്താ ഉള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി നമ്മൾ CS സ്റ്റൊമക്കാണ് ഇനി പഠിക്കുന്നത്. CS സ്റ്റൊമക്ക് കുറച്ച് ടോപ്പിക് ഇതില്ലേ. CS സ്റ്റൊമക്കില് നമ്മൾ ഗ്യാസ്ട്രിക് അഡിനോ കാർസിനോമയെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ അഡിനോ കാർസിനോമ കോമൺ ആയിട്ട് കാണുന്നത് ആൻഡ്രത്തില. നമ്മൾ ഈസോഫേഗസിൽ അഡിനോ കാർസിനോമ എവിടെയായിരുന്നു ഉണ്ടായത്? ഏതാ സൈറ്റ്? ഓക്കെ. സ്ക്വാമസ് ആണെങ്കിലോ ഇന്ത്യയിൽ കോമൺ ഏതാ? വേൾഡ് വൈഡും ഇന്ത്യയിലും കോമൺ ഏതാ? ഓക്കെ. ഡയറക്റ്റ് ഈസോഫേഗസ് എന്ത് കാർസിനോമ ഉണ്ടാക്കുക? ഓക്കെ. ഇനി നമ്മൾ ഗ്യാസ്ട്രിക് കാർസിനോമയിൽ ഇത് ഓർത്ത് വെച്ചാൽ മതി. അഡിനോ കാർസിനോമ ആൻഡ്രത്തിലാണ് കാണുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്യാസ്ട്രിക് അൾസറിന്റെ സൈറ്റ് എവിടെയായിരുന്നു? ഗ്യാസ്ട്രിക് അൾസറിന്റെ ലെസർ കർവേച്ചർ. ഗ്യാസ്ട്രിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്യാസ്ട്രിക് അൾസർ ഗ്യാസ്ട്രിക് കാർസിനോമ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇതില് 40% ഓഫ് ദി ട്യൂമേഴ്സും ആൻഡ്രത്തിലാണ് കാണുന്നത്. അത് തന്നെ ലെസർ കർവേച്ചറിലാണ് കാണുന്നത് കേട്ടോ. പിന്നെ എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് പറയുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ്ട്രിക് കാൻസർ എച്ച് പൈലോറി ഇൻഫെക്ഷൻ കാരണമാണെങ്കിൽ അത് ആൻഡ്രത്തിലാണ്, കോമൺ ആയിട്ട് ആൻഡ്രത്തിലാണ് കാണുന്നത്. പെർനീഷ്യസ് അനീമിയ ആണെങ്കിൽ അത് ഫണ്ടസിലും ബോഡിയിലുമാണ് കാണുന്നത്, ആൻഡ്രത്തിൽ വരുന്നില്ല കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇത് എങ്ങനെയെങ്കിലും കോഡോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻഡ്രത്തിലാണ് ലൊക്കേഷൻ ഓഫ് സൈറ്റ്. പെർനീഷ്യസ് അനീമിയ ആണെങ്കിൽ ഫണ്ടസിലും ബോഡിയിലുമാണ് കേട്ടോ, ആൻഡ്രത്തിലല്ല കേട്ടോ. നോട്ട് ഇൻ ദ ആൻഡ്രം. ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എച്ച് പൈലോറി ആൻഡ്രത്തിലാണ് എഫക്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. പെർനീഷ്യസ് അനീമിയ നേരെ തിരിച്ച്, ആൻഡ്രത്തിൽ എഫക്ഷൻ വരുന്നില്ല. ഇനി ഗ്യാസ്ട്രിക് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എച്ച് പൈലോറി ഇൻഫെക്ഷൻ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ ഇതിൽ പറഞ്ഞത്, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന കോസസ് തന്നെയാണ്. എച്ച് പൈലോറി, സ്മോക്കിംഗ്, ആൽക്കഹോള്, പിന്നെ പെർനീഷ്യസ് അനീമിയ, പിന്നെ മെനിട്രസ് ഡിസീസ് ഓർത്ത് വെച്ചേക്കണേ. അതൊരു ക്യാൻസർ പ്രിഡിസ്പോസിങ് ആയിട്ടുള്ള കാരണമാണ്. പിന്നെ ഫെമിനിയൽ അഡിനോമൈറ്റിസ് പോളിപ്പോസിസ്, ഇതൊക്കെ CA സ്റ്റമക്ക് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി നമ്മൾ CA സ്റ്റമക്കിൽ കുറച്ച് സാധനങ്ങൾ പഠിക്കും. അതിൻ്റെ സിംറ്റത്തിൽ വെയിറ്റ് ലോസ് ഉണ്ടാവുക, അനീമിയ ഉണ്ടാവുക, പിന്നെ മെറ്റാസ്റ്റസിസ് ഒക്കെ വരുമ്പോഴുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവുക. സൂപ്രാ ക്ലാവിക്കുലാർ ലിംഫ് നോഡ്സ് ലെഫ്റ്റ് സൂപ്രാ ക്ലാവിക്കുലാർ ലിംഫ് നോഡ്സ് എൻലാർജ് ചെയ്യുന്നതിന് എന്താ പറയുക? എന്ത് നോഡായിരുന്നു അത്? അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് ട്രോയ്സിയർ സൈൻ. ഇത് ഓർത്ത് വെച്ചേക്കണേ. ട്രോയ്സോ സൈനും ഉണ്ട്, ട്രോയ്സിയർ സൈനും ഉണ്ട് കേട്ടോ. അപ്പോൾ വിർച്ചോഫ് ട്രോയ്സിയർ സൈൻ ആണ്. പിന്നെ അംബിലിക്കസിലാണ് ഈ സ്വെല്ലിങ് ലിംഫ് നോഡ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അതിനെ സിസ്റ്റർ ജോസഫ് മേരി നോഡ്യൂൾസ് അല്ലെ സിസ്റ്റർ ജോസഫ് നോഡ്യൂൾ എന്ന് വിളിക്കും. ഓവറിയിലേക്കാണ് ഇതിൻ്റെ സ്പ്രെഡ് വരുന്നത്, അതിനെ ക്രൂക്കംബർഗ് ട്യൂമർ എന്ന് വിളിക്കാം.
പിന്നെ ത്രോംബോഫ്ലെബൈറ്റിസിന് വരുന്നതാണ് ട്രോയ്സോസൈൻസ് കേട്ടോ. ഇത് ഓർത്ത് വെച്ചേക്കണേ. നമ്മൾ ലെഫ്റ്റ് സൂപ്പർ ക്ലാവിക്കൽ ആൻഡ് ലിംഫ് നോഡ്സ് എല്ലാം ചെയ്യുന്ന വിർച്ച് ഓഫ് നോഡ്സോ ട്രോയ്സിയർ സൈൻ എന്ന് വിളിക്കുക. അറൗണ്ട് അംബിലിക്കസ് ആണ് നമ്മളെ ഈ ലിംഫ് നോഡ്സ് എല്ലാം ചെയ്യുന്നത്. സ്കോൾ സിസ്റ്റർ ജോസഫ് നോഡുകൾ. സിസ്റ്റർ മാരി എന്നുള്ള പേരൂടെ ഓർത്ത് വെച്ചേക്കണേ. സിസ്റ്റർ ജോസഫ് നോഡുകൾ. ഓവറിയിലാണെങ്കിൽ ക്രൂക്കംബർഗ് ട്യൂമർ ആണ് ഉണ്ടാവുന്നത്. പിന്നെ അതിൽ ട്രോയ്സിയോസൈൻ ഉണ്ട്. ട്രോയ്സിയോസൈൻ എന്ന് പറഞ്ഞാൽ ത്രോംബോഫ്ലെബൈറ്റിസ് ആണ്. ട്രോയ്സിയോസൈൻ അത് ഓർത്ത് വെച്ചേക്ക്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. പിന്നെ ഗ്യാസ്ട്രിക് ലിംഫോമയിൽ ഇതിൽ ഒരു പോയിന്റേ ഉള്ളൂ. സ്റ്റൊമക്കാണ്. നമ്മൾ നോൺ ഹോട്ട്കിങ്സും നോൺ ഹോട്ട്കിങ്സും ഇല്ലേ, അതിൽ സ്റ്റൊമക്കാണ് നമ്മളെ നോൺ ഹോട്ട്കിങ്സിന്റെ എക്സ്ട്രാ നോഡൽ സൈറ്റ്. സ്റ്റൊമക്കാണ് മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ എക്സ്ട്രാ നോഡൽ നോൺ ഹോട്ട്കിങ്സ് ലിംഫോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കാണ്. അതിൽ തന്നെ നമ്മൾ ലിംഫോയിഡ് ടിഷ്യൂ, നോർമലി സ്റ്റൊമക്കിൽ ലിംഫോയിഡ് ടിഷ്യൂസ് ഇല്ല, പക്ഷേ എച്ച് പൈലോറിന്റെ പ്രസൻസിൽ ലിംഫോയിഡ് അഗ്രഗേറ്റ് ചെയ്യൂ കേട്ടോ. അതൊന്നുമില്ല, ഇതിലാകെ ഒരു പോയിന്റേ ഉള്ളൂ. എക്സ്ട്രാ നോഡൽ നോൺ ഹോട്ട്കിങ്സ് ലിംഫോമയുടെ സൈറ്റ്, കോമണസ്റ്റ് സൈറ്റ് സ്റ്റൊമക്കാണ് കേട്ടോ. ഡേവിഡ്സണിന്റെ സെന്റൻസ് ആണ് കേട്ടോ. ചിലപ്പോൾ സെന്റൻസ് വൈസ് അവർ ചോദിക്കും. പിന്നെ ജിസ്റ്റ് അറേസ് ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സ്ട്രോമൽ ട്യൂമേഴ്സ്, അത് അറേസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സെൽസ് ഓഫ് കാജൽ എന്നാണ് അറേസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദിക്കുന്നതിനെ കൊണ്ടാണ് ഇതൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. ഇൻഡസ്ട്രിയൽ സെൽസ് ഓഫ് ദ കാജൽ എന്നാണ് ജിസ്റ്റ് അറേസ് ചെയ്യുന്നത്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സ്ട്രോമൽ ട്യൂമേഴ്സ് കേട്ടോ. ഇനി സ്മോൾ ഇൻഡസ്ട്രിയലിലേക്ക് പോവാം. മാം, ഈ മാൾട്ട് ലിംഫോമ ഇതിനകത്ത് നിന്നല്ലേ ഒറിജിൻ ചെയ്യുന്നത്? സ്റ്റൊമക്ക് അല്ലേ മോസ്റ്റ് കോമൺ സൈറ്റ്? അതെ. മാൾട്ട് ലിംഫോമേന്റെ വേറെ ഒന്ന് നമ്മൾ പഠിച്ചത് എച്ച് പൈലോറിൻ അസോസിയേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ സ്മോൾ ഇൻഡസ്ട്രിയൽ, ഇനി ഇവൾ കുറച്ച് വില്ലയൊക്കെ പഠിക്കും. വില്ലസ് അട്രോഫി, സബ് ടോട്ടൽ വില്ലസ് അട്രോഫി, ടോട്ടൽ വില്ലസ് അട്രോഫി, ഇങ്ങനത്തെ കുറേ ടേംസുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രൈനലിൻ്റെ സബ് ടോട്ടൽ വില്ലസ് അട്രോഫിയിൽ കുറേ ഡിസീസസ് വരുന്നത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്, ഈ ചിത്രം കണ്ടിട്ട് എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? ഇത് മറിച്ച് വെക്കട്ടെ. ഗ്ലൂട്ടൻ ഇൻഡസ്ട്രൈനൽ ഡാമേജ് ഓഫ് ഗ്ലൂട്ടൻ ആണ് സ്മോൾ ഇൻഡസ്ട്രൈൻ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഹെൽത്തി സ്മോൾ ഇൻഡസ്ട്രൈനും സീലിയാക് ഡിസീസ് വന്നിട്ടുള്ള ഈ ഇൻഡസ്ട്രൈനുമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സീലിയാക് ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനങ്ങനെ ഇൻഫെക്റ്റഡ് കോസ് അല്ല. അപ്പോൾ സീലിയാക് ഡിസീസസ് ഇൻഫെക്റ്റീവ് കോസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിൽ ഇൻഫെക്റ്റീവ് ഓർഗാനിസം ഒന്നുമില്ല. അതൊരു നമുക്കൊരു ഇൻഫ്ലമേറ്ററി കോസസ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്നുവെച്ചാൽ സ്മോൾ ബവൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സ്മോൾ ബവലാണോ ലാർജ് ബവലാണോ എന്ന് ഓർത്ത് വെച്ചേക്കണേ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൺഫ്യൂസ് ചെയ്യിക്കാം കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് സീലിയാക് ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ബവൽ ഡിസോർഡർ ആണ്. അത് നമ്മൾ ഗ്ലൂട്ടനുള്ള വീറ്റ് ഇൻടോളറൻസ് ടു ഗ്ലൂട്ടൻ ആണ്. എന്നുവെച്ചാൽ വീറ്റ്, നമ്മൾ വീറ്റ് പ്രോട്ടീൻ ഉള്ള വീറ്റ് ആയിക്കോട്ടെ, റൈ, ബാർലി, ഓട്സ്, ബ്രോ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാർലി, റേ, ഓട്സ്, വീറ്റ്, ബ്രോ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് ഓർമ്മ കിട്ടുവേ. അപ്പോൾ അത് സീലിയാക് ഡിസീസ് ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. സ്മോൾ ബവലിലാണ് കാണുന്നത്. അത് ഗ്ലിയാഡിൻ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതിലാണ് കാണുന്നത്. ഇൻടോളറൻസ് ടു ഗ്ലൂട്ടൻ ഫുഡിൽ ഇൻടോളറൻസ് ആണുള്ളത്. വീറ്റ് ആയിക്കോട്ടെ, റേ ആയിക്കോട്ടെ, ബാർലി ആയിക്കോട്ടെ, ഓട്സ്, ബ്രോ എന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. ഇതിൽ HLA അസോസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. HLA DQ2 ഓർ DQ8 ആണ് ഇതിൽ കാണുന്നത് കേട്ടോ. മോണോസൈഗോട്ടിക് ടിങ്സിൽ കാണുന്നുണ്ട് DQ2 ഓർ DQ8. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ 3 എണ്ണാണുള്ളത് ജനറ്റിക് ഫാക്ടേഴ്സ്. HLA, DQ2 ഓർ DQ8 കാണാം. അതിൽ ഇമ്മ്യൂണോളജിക്കൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മളെ 3 കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കാരണം വരാം, ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം വരാം, ജനറ്റിക് ഫാക്ടേഴ്സ് വരാം. ജനറ്റിക് ഫാക്ടേഴ്സിൽ HLA, DQ2 ഓർ DQ8 കാരണമാണ് ഉണ്ടാകുന്നത്. മറ്റേ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സിലാണെങ്കിൽ എപ്പിത്തീലിയത്തിൻ്റെ ഇന്നേറ്റ് റെസ്പോൺസ് കാരണം ലാമിന പ്രൊപ്രിയയിൽ പ്രശ്നം വരുന്നതാണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ 3 ഫാക്ടേഴ്സും കാരണം ഈ എന്ത് ചേഞ്ച് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇൻട്രാ എപ്പിത്തീലിയൽ ലിംഫോസൈറ്റ്സ് കൂടുതലായിട്ട് ഇൻട്രാ എപ്പിത്തീലിയത്തിൽ പോയിട്ട് ലിംഫോസൈറ്റ്സ് കൂടുതലായിട്ട് വന്നിട്ട് അവിടെ നമ്മൾ വില്ലയൊക്കെ അട്രോഫി സംഭവിക്കും. വില്ലസ് ഫുൾ അട്രോഫി, നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടില്ലേ, വില്ലസ് അവിടെ അട്രോഫി സംഭവിച്ചു. ഇത് കണ്ടോ, ഇങ്ങനെ 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 നമ്മളെ ഫിംഗേഴ്സ് പോലെയുള്ള പ്രൊജക്ഷൻസ് ഒക്കെ ഇങ്ങനെ അട്രോഫി ആയിട്ട് വില്ലസ് അട്രോഫിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. വില്ലസ് അട്രോഫി വന്നു, അവിടെ ഓട്ടോ ആൻറ്റിബോഡീസ് കാണാം, ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് ആൻറ്റിബോഡീസ് കാണാൻ പറ്റും. ആൻറ്റി ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് ആൻറ്റിബോഡീസ് നമ്മളിപ്പോൾ പഠിക്കും. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസോസിയേഷൻ ആണ്. സീലിയാക് ഡിസീസസ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഡിസീസ് ടൈപ്പ് 1 ഡയബറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോയ്ഡ് ഡിസീസസ്, നമ്മൾ ഈ ഓട്ടോമ്യൂൺ ഡിസീസസ് ഒക്കെ ഒരുവിധം എല്ലാം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പ്രൈമറി ബിലിയറി സിറോസിസ്, ജോഗ്രൻ സിൻഡ്രംസ്, IgA ഡെഫിഷ്യൻസി, പാരനീഷ്യസ് അനീമിയ, ഇങ്ങനെ മൈസ്തീനിയ, ഇങ്ങനത്തെ ചെറിയ കുറച്ച് ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സായിട്ട് ഇത് ടൈപ്പ് 1 ഡയബറ്റീസ് മറന്നു പോകരുത്. പ്രൈമറി ബിലിയറി സിറോസിസും ടൈപ്പ് 1 ഡയബറ്റീസും മറന്നു പോകരുത്, തൈറോയിഡും. ഇത് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വാരിയബിൾ ആണ്. ഇത് ഏത് വയസ്സിൽ വേണമെങ്കിലും സംഭവിക്കാം. സ്മോൾ ബവലിലാണ് പ്രശ്നം പറ്റുന്നത്. അപ്പോൾ ഇവർ കുട്ടികളിലാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ആദ്യം 6 മാസം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പിന്നെ 6 മാസം വീനിങ് ഫുഡ് തുടങ്ങുമ്പോഴേക്കാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കുട്ടിക്ക് ഡയേറിയ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ സിറിയൽസ് കഴിക്കുമ്പോഴത്തേക്ക് ഡയേറിയ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കുട്ടിക്ക് ഒന്നും കിട്ടൂല, ന്യൂട്രിയൻസ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഫെയിലിയർ ടു ട്രൈ വരാം. ഇനി കുറച്ചും കൂടെ വലിയ കുട്ടിയാണെങ്കിൽ ഡിലേഡ് ഗ്രോത്ത് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് മാൽന്യൂട്രീഷൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് അബ്ഡമനൊക്കെ ഡിസ്റ്റൻഡഡ് ആയിട്ട് വരാം. അങ്ങനെ ഗ്രോത്ത് ഒക്കെ റിട്ടാർഡഡ് ആയിട്ട് കുട്ടികൾ കാണാം. ഡയേറിയ കോമൺ ആണ്. ഇതിനെ ഡുവോഡനൽ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡും പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റും തമ്മിൽ ഓർത്ത് വെച്ചേക്കണം. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്താൽ എന്തായാലും കിട്ടും, പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റാത്ത ടെസ്റ്റുകളാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്മോൾ ബവൽ ബയോപ്സിയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ എന്ത് കാണാൻ പറ്റും, വില്ലസ് അട്രോഫി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചേഞ്ചാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വില്ലസ് അട്രോഫി ആണ് സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, അവിടെ വില്ലസ് അട്രോഫിയാണ് സംഭവിക്കുന്നത്. നമുക്ക് ആൻറ്റിബോഡീസ് കാണാൻ പറ്റും. ആൻറ്റിബോഡീസിൽ ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് ആൻറ്റിബോഡീസ് ആണ് കാണുന്നത്, അല്ലെ ആൻറ്റി എൻഡോമൈസിൽ ആൻറ്റിബോഡി. അതിന് മ്യൂക്കസിനെല്ലാം എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ IgA ടൈപ്പാണ് കാണുന്നത് കേട്ടോ. ആൻറ്റി എൻഡോമൈസിയൽ ആൻറ്റിബോഡീസ് അല്ലെ ആൻറ്റി ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് ആൻറ്റിബോഡീസ്. പിന്നെ ആൻറ്റി ഗ്ലിയാഡിൻ ആൻറ്റിബോഡീസ് കാണും, പക്ഷെ അത് ലാസ്റ്റിലേക്കാണ്, അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ആൻറ്റി ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് അല്ലെ ആൻറ്റി എൻഡോമൈസിൽ ആൻറ്റിബോഡീസ്, ഇതാണ് കോമൺ ആയിട്ട് ഇതിൽ കാണുന്ന ആൻറ്റിബോഡീസ് കേട്ടോ. IgA ടൈപ്പാണ്. ഇതാണ് ടോൾ വില്ലി. ഇവിടെ എന്ത് ചെയ്യും, ലിംഫോസൈറ്റൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യും, വില്ലിയൊക്കെ ഫ്ലാറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ എക്സ്ട്രാ മാനിഫെസ്റ്റേഷൻസ് ആണ്, സ്കിന്നിൽ കാണുന്ന മാനിഫെസ്റ്റേഷൻ ആണ് ഡെർമറ്റൈറ്റിസ് ഹെർപറ്റിഫോമിസ്. ഇതിൽ നമുക്ക് ബ്ലിസ്റ്റേഴ്സ് കാണാൻ പറ്റും, ഭയങ്കര ചൊറിച്ചിലുള്ള. നമ്മൾ പിന്നെ ഇതിലില്ലേ, നമ്മൾ ബുള്ളസ് ഡിസോർഡറിൽ പഠിക്കുന്ന സാധനം ഹെർപ്പറ്റൈറ്റിസ്. നമ്മൾ സ്കിന്ന് പഠിച്ചിട്ടുണ്ട്, ഡെർമറ്റൈറ്റിസ് ഹെർപറ്റിഫോമിസ്. അപ്പോൾ അവിടെ ക്രോപ്സ് ഓഫ് ഇൻറ്റൻസ്ലി ഇച്ചി ബ്ലിസ്റ്റേഴ്സ് ഓവർ എൽബോ ആയിക്കോട്ടെ, നീ, ബാക്ക്, ബട്ടോക്സ്, താഴത്തെ ഭാഗത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അവിടെ IgA ഡെപ്പോസിഷൻ, ഡെർമോ എപ്പിഡെർമൽ ജംഗ്ഷൻസിൽ IgA ഡെപ്പോസിഷൻസ് വരും. അവിടെ നമ്മൾ എടുക്കുമ്പോൾ വില്ലസ് അട്രോഫി കാണാൻ പറ്റും. സീലിയാക് ഡിസീസിന് സിമിലർ ആയിട്ട് വില്ലസ് അട്രോഫി നമ്മൾ ബയോപ്സി എടുത്ത് ഡുവോഡനൽ ബയോപ്സി എടുത്ത് നോക്കുമ്പോൾ അവിടെ വില്ലസ് അട്രോഫി കാണാൻ പറ്റും. ഡെർമോ എപ്പിഡെർമൽ ജംഗ്ഷനിൽ IgA ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഇൻറ്റൻസ്ലി ഇച്ചി ആയിട്ടുള്ള ഈ ബ്ലിസ്റ്റേഴ്സ് കാണാൻ പറ്റും. എൽബോ, നീ, ബാക്ക്, ബട്ടക്സിലൊക്കെ കാണാൻ പറ്റും. called dermatitis herpetiformis. ഓക്കെ, സീലിയാക് ഡിസീസിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അടുത്തത് ട്രോപ്പിക്കൽ സ്പ്രൂ ആണ്. വിപ്പിൾസും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ട്രോപ്പിക്കൽ സ്പ്രൂ ആണെങ്കിൽ ട്രോപ്പിക്കൽ സ്പ്രൂ, അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാവും, ട്രോപ്പിക്സിലുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെയും ഫ്ലാറ്റനിങ് ഓഫ് ദ വില്ല്, അവിടെയുള്ള ആൾക്കാർ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, എറ്റിയോളജി അൺനോൺ ആണ്. അവിടെ വില്ലയൊക്കെ ഫ്ലാറ്റൻ ചെയ്യും, ഇൻഫ്ലമേഷൻസ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇൻഫ്ലമേഷൻസ് സംഭവിക്കും. കണ്ടോ, ട്രോപ്പിക്കൽ സ്പ്രൂവിൽ മാലബ്സോർഷൻ ആണ് സംഭവിക്കുന്നത്. വില്ലേ ഫ്ലാറ്റൻഡ് ആയ അവിടെ മാലബ്സോർഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ വില്ല ഇവിടെ ഫ്ലാറ്റൻഡ് ആയിട്ട് ഉണ്ടാവുക ട്രോപ്പിക്സിലാണ് കാണുന്നത്. അപ്പോൾ പാത്തോളജി നമുക്ക് പാത്തോജെനിസിസ് എക്സസീവ് എന്താ കാരണം നമുക്ക് അറിയില്ല, അത് ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് കാരണമോ എന്ത് കാരണമാണോ അറിയില്ല. അപ്പോൾ അവിടെ ഡെഫിഷ്യൻസി വരും, കാരണം വില്ല ഇല്ലെങ്കിൽ അബ്സോർഷൻ ഒന്നും നടക്കൂല. അപ്പോൾ അവിടെ ഡെഫിഷ്യൻസീസ് വരാം, അയൺ, ഫോളേറ്റ്, B12 എല്ലാത്തിൻ്റെ ഡെഫിഷ്യൻസീസ് അവിടെ കാണാൻ പറ്റും.
ഇതാണ് നമ്മൾ സ്മോൾ ബവലിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ആയിരിക്കാം ഒരു കോസ്. അപ്പോൾ അവിടെ വില്ലസ് അട്രോഫി വരും. അപ്പോൾ അവിടെ നമുക്ക് അബ്സോർഷൻ നടക്കൂല. അവിടെ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ഒക്കെ അബ്സോർഷൻ കുറയും. ഫോളേറ്റും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ഒക്കെ വരും. അതിൻ്റെ ഫീച്ചേഴ്സുകൾ കാണിക്കും. അതിൽ B12 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ഫോളിക് ആസിഡ് ഒക്കെ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രോപ്പിക്കൽ സ്ട്രൂയും ഈ സീലിയാക് ഡിസീസും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കൊടുക്കുമ്പോൾ എന്തിന് ഇമ്പ്രൂവ്മെൻറ്റ് വരും? ഏത് അസുഖത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് വരും? മറ്റേ ട്രോപ്പിക്കൽ സ്ട്രൂവിന് അത്ര വലിയ ഡിഫറൻസ് ഒന്നും കാണൂല. അങ്ങനെയാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. പിന്നെ എൻഡോസ്കോപ്പിൽ ഫ്ലാറ്റനിങ് ഓഫ് ദ വില്ലേ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ സ്മോൾ ബവൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ബ്ലൈൻഡ് ലൂപ്പ് സിൻഡ്രോം ആണ്. ഇതിന് നോർമലി നമ്മൾ 10⁻³ മുകളിൽ കോളിഫോം ഓർഗാനിസംസ് എക്സീഡ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിൻ്റെ ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. 10⁸ to 10⁻10 അതിനേക്കാളും കൂടുതലായിട്ട് ഈ ഓവർ ഗ്രോത്ത് ഓഫ് കോളിഫോം ഓർഗാനിസംസ് വരും. അതാണ് നമ്മൾ സ്മോൾ ബവൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഒരു ബ്ലൈൻഡ് ലൂപ്പ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ. അപ്പം നോർമലി ഈ ബാക്ടീരിയ എക്സസീവായിട്ട് ഓവർ ഗ്രോത്ത് വരുമ്പോൾ നമ്മൾ പണികളൊന്നും നടക്കില്ല. നോർമൽ ഫിസിയോളജിക്കൽ മെക്കാനിസംസ് ഒന്നും അവിടെ നടക്കൂല. അങ്ങനെ അതിൻ്റെ വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ 10⁻³ മുകളിൽ എക്സീഡ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് 10⁸ to 10⁻10 വരെ എക്സീഡ് ചെയ്യും. അപ്പോൾ സ്മോൾ ബവലിൽ വരുമ്പോഴേക്ക് സ്റ്റേറ്റോറിയ എന്ന് പറഞ്ഞാൽ ഫാറ്റ് പോകുന്നതാണ്. സ്റ്റൂളിൽ കൂടെ ഫാറ്റ് പോകുന്നതാണ് നമ്മൾ സ്റ്റേറ്റോറിയ പറയുമ്പോൾ. ആ B12 ഡെഫിഷ്യൻസീസും അനീമിയൊക്കെ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് വിപ്പിൾസ് ഡിസീസ്. വിപ്പിൾ ഡിസീസ് റെയർ ആയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയിൽ കാണുന്നതാണ്. ഈ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റെഡിലിട്ട സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇത് ഇൻഫെക്റ്റഡ് കോസാണ്. അപ്പോൾ ഫോമി മാക്രോഫേജസ് നമ്മൾ പീരിയോഡിക് ആസിഡ് പാസ് റിയേജൻറ്റ് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക. പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് റിയേജൻറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഫോമി മാക്രോഫേജസ് കാണാൻ പറ്റും സ്മോൾ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയിൽ. പിന്നെ ഇത് ട്രോഫെർമ വിപ്പിള്ളെ എന്നുള്ള ഓർഗാനിസം ആണ്. ഇത് ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന് കുറേ ടെസ്റ്റിൽ ഗ്രാം പോസിറ്റീവ് ആണ്, കുറേ ടെസ്റ്റിൽ ഗ്രാം നെഗറ്റീവ് ആണ് കിടക്കുന്നത്. പക്ഷേ ഡേവിഡ്സണിൽ ഗ്രാം പോസിറ്റീവ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാം പോസിറ്റീവ് ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഡേവിഡ്സണിൻ്റെ സെൻറ്റൻസ് ഇതാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഫെർദർ എന്തെങ്കിലും ഇത് വന്നാൽ. അപ്പോൾ ഡേവിഡ്സണിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോസിറ്റീവാണ് കണ്ടത്. അതൊന്ന് നോക്കിക്കോ, റെഫർ ചെയ്തോളൂ. അപ്പോൾ ഇൻഫെക്ഷൻ വിത്ത് ഗ്രാം പോസിറ്റീവ് ബാസിലാണ് ട്രോഫെർമ വിപ്പിള്ളെ. അതെന്ത് ചെയ്യും? അത് ബിക്കം റെസിഡൻറ്റ് വിത്തിൻ ദ മാക്രോഫേജ്. നോർമലി നമ്മൾ ബവൽ മ്യൂക്കോസയിലുള്ള മാക്രോഫേജസിൻ്റെ ഉള്ളിൽ അവിടെ പോയി കിടക്കും ഈ സാധനം, ഈ ട്രോഫെർമ വിപ്പിള്ളെ. എന്നിട്ട് വില്ല് എന്ത് ചെയ്യും? വില്ല് വൈഡായിട്ട് ഫ്ലാറ്റായിട്ട് ഈ ഡെൻസ്ലി പാക്ക്ഡ് ആയിട്ട് ഈ മാക്രോഫേജ് അവിടെ ഡെൻസ്ലി പാക്ക്ഡിൻ്റെ ലാമിന പ്രൊപ്പറയിൽ ഇങ്ങനെ ഡെൻസ്ലി പാക്ക് ചെയ്ത് അവിടെ കിടക്കും. അപ്പോൾ എന്ത് ചെയ്യും? ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒന്നും കറക്റ്റ് നടക്കൂല, ഒബ്സ്ട്രക്ഷൻ സംഭവിക്കും. കാരണം ഈ മാക്രോഫേജസ് ഇങ്ങനെ ലെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് നടക്കൂല, ഒബ്സ്ട്രക്ഷൻസ് വരും. അപ്പോൾ ഫാറ്റ് മാലബ്സോർപ്ഷൻ സംഭവിക്കും. ഇതാണ് വിപ്പിൾ ഡിസീസിൽ സംഭവിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് റിയേജൻറ്റ് പോസിറ്റീവ് ആണ്. ഫോമി മാക്രോഫേജസ് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസിൽ ഇൻഫിൽട്രേഷൻ സംഭവിക്കും. അപ്പോൾ ഇത് ഫുള്ള് നിറഞ്ഞിട്ട് ഫാറ്റിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് നടക്കൂല. അപ്പോൾ ഫാറ്റ് മാലബ്സോർപ്ഷൻ സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ട് ജോയിൻറ്റ് സിംറ്റംസ്, ലോ ഗ്രേഡ് ഫീവർ, ഇങ്ങനത്തെ ഫീച്ചേഴ്സ്, ഡയറി ഒക്കെ കോമൺ ആയിട്ടുണ്ടാവും. മാലബ്സോർപ്ഷൻ ഫീച്ചേഴ്സ് ഫുൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ ലോ ഗ്രേഡ് ഫീവർ കോമൺ ആണ് വിത്ത് CNS ആൻഡ് ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ CNSൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഡിമെൻഷ്യ ആണ് കാണുന്നത്. ഡിമെൻഷ്യ ഇനി ക്രേനിയൽ നെർവിലാണെങ്കിൽ നിസ്റ്റാഗ്മസ് ആൻഡ് ഒഫ്താൽമോപ്ലീജിയ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ കാണുന്ന എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻസ്. ഡിമെൻഷ്യ, CNS ഇൻവോൾവ്മെൻറ്റ് വരുവാണെങ്കിൽ ഡിമെൻഷ്യ, മറ്റേ ക്രേനിയൽ നെർവ് ഇൻവോൾവ്മെൻറ്റ് വരുവാണെങ്കിൽ നിസ്റ്റാഗ്മസും ഒഫ്താൽമോപ്ലീജിയാണ് കാണുക കേട്ടോ. പിന്നെ ബീറ്റ ലിപ്പോപ്രോട്ടീനീമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയർ ആയിട്ടുള്ളതാണ്. അപ്പോലിപ്പോപ്രോട്ടീൻ ബീൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇതെന്ത് ചെയ്യണം? കൈലോമൈക്രോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പോലിപ്പോപ്രോട്ടീൻ ബി ഉള്ളത്. അപ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളെ ഫാറ്റിൻ്റെ മാലബ്സോർപ്ഷനും ഡെഫിഷ്യൻസി ഓഫ് ഫാറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഡെഫിഷ്യൻ്റ് ആവാൻ തുടങ്ങും. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ ഡെഫിഷ്യൻ്റ് ആവാൻ തുടങ്ങും ബീറ്റ ലിപ്പോപ്രോട്ടീനീമിയയിൽ കേട്ടോ. ബീറ്റ ലിപ്പോപ്രോട്ടീനീമിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റ്. അപ്പോൾ അവിടെ അപ്പോലിപ്പോപ്രോട്ടീൻ അവിടെ ഡെഫിഷ്യൻ്റ് ആവും. അപ്പോൾ ഈ ലിപ്പിഡിൻ്റെ സാധനങ്ങളൊക്കെ കുറയും. ഇനി ഇത്ര പോരെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്.
നാളെ നമുക്ക് എടുക്കാം, കുറച്ച് വലിയ ടോപ്പിക് അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ചേ വെച്ചിട്ടുള്ളൂ GAT ആയതുകൊണ്ട്. Esophageal motility disorder are best diagnosed by. മാനോമെട്രി. Okay, good. Investigation choice for dysphagia for solids. Endoscopy. എൻഡോസ്കോപ്പി. Okay, good. Heller's operation is done for. Aplasia cardiac. പൈലോറി സ്റ്റെനോസിസിൽ എന്താണ് ചെയ്യല്? സർജറി. Yeah. പൈലോറി സ്റ്റെനോസിസിൽ എന്ത് സർജറി നമ്മൾ ചെയ്യല്? ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയാട്ടോ, ഞാൻ റെഫർ ഒന്നും ചെയ്തില്ല. രാം പൈലോറമയോട്ടമി ചെയ്യും. രാംസ്റ്റെഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു പേരില്ലേ, രാംസ്റ്റെഡ് ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ. അതിനെ ഇങ്ങനത്തെ പേരുള്ള ഓപ്പറേഷനൊക്കെ ഓർത്ത് വെച്ചേക്കണേ. ഹെല്ലേഴ്സ് ഇതിന്, രാംസ്റ്റെഡ് ഓപ്പറേഷൻസ് പൈലോറി സ്റ്റെനോസിസിന് കേട്ടോ. ഇൻ അക്ലേഷ്യ കാർഡിയ ട്രൂ ഈസ് pressure at distal end increase with no peristalsis, low pressure at LES, low pressure at LES with no peristalsis, pressure 15 mm Hg with peristalsis, pressure at distal end increased with normal relaxation. Good. എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റണില്ലേ? അക്ലേഷ്യയിൽ ഡിസ്റ്റൽ ഈസോഫേജിയലിൻ്റെ അവിടുത്തെ പ്രഷർ, ഡിസ്റ്റൽ ഈസോഫേജിയൽ സ്ഫിങ്ക്ചറിൻ്റെ പ്രഷർ അവിടെ കൂടും, പെരിസ്റ്റാളിസിസ് ഉണ്ടാവില്ല, നോ പെരിസ്റ്റാളിസിസ് കേട്ടോ. അക്ലേഷ്യ എന്ന് ഓർത്ത് വെച്ചാൽ മതി, പെരിസ്റ്റാളിസിസ് ഇല്ല. എ മെയിൽ ഏജ്ഡ് 16 years ഹാസ് ഫൗൾ ബ്രെത്ത്. ഹി regurgitates food that eaten 3 days ago. A gurgling sound is often heard on swallowing. Likely diagnosis. Youngest diverticulum. Barrett esophagus is diagnosed by intestinal metaplasia, squamous dysplasia, intestinal dysplasia, squamous metaplasia. Intestinal. വേറെ എന്ത് മെറ്റാപ്ലേഷ്യ നമ്മൾ പറയാ? Columnar metaplasia. Okay. All except one are true regarding Barrett. More incidents in squamous cell carcinoma. Metaplasia, columnar epithelium, involves lower esophagus. More incidence of squamous cell carcinoma. വേറെ എന്തെങ്കിലും ഓപ്ഷൻ പറയാനുണ്ടോ? ബാരറ്റിന് എന്ത് കാർസിനോമ ഉണ്ടാവല്ലേ? Adenocarcinoma. ഓൾ എക്സെപ്റ്റ് വൺ ആർ ട്രൂ റിഗാർഡിങ്. ഓൾ എക്സെപ്റ്റ് വൺ ആർ ട്രൂ. എല്ലാം തെറ്റാണ്, ഒന്ന് മാത്രമേ ഇതിൽ ശരിയുള്ളൂ എന്നാ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ വായിച്ചു നോക്കാം, അങ്ങനെ തന്നെയല്ലേ? ഓൾ എക്സെപ്റ്റ് വൺ ആർ ട്രൂ റിഗാർഡിങ് ബാരറ്റ്. ബി. അത് ഇതല്ലല്ലോ, ഇത് ലോവറിലാണോ അപ്പറിലാണോ കാണുന്നേ ബാരറ്റ്? അതാട്ടോ ആൻസർ. മെറ്റാപ്ലേഷ്യ ആണ്, പക്ഷെ എന്ത് മെറ്റാപ്ലേഷ്യ ആണ്? അതിൽ സ്ക്വാമസ് മെറ്റാപ്ലേഷ്യ എന്ന് വേണമെങ്കിൽ വന്നൂടെ? അതുകൊണ്ട് അത് കറക്റ്റ് അല്ലല്ലോ. ലോവർ ഈസോഫാഗസിനാണ് അത് ഇൻവോൾവ് ചെയ്യുന്നത് ബാരറ്റ്. അതാണ് ആൻസർ. Each of the following statement about Mallory-Weiss syndromes are true. Present with hemoptysis, shows transmural rupture, chest pain and shortness of breath, show mucosal tear. യെസ്, അതാണ് കറക്റ്റ്. പ്രസൻസ് വിത്ത് ഹീമോപ്റ്റൈസിസ് എന്താ, ശരിയാണോ തെറ്റാണോ? അത് എന്തായിട്ടാ പ്രസന്റ് ചെയ്യല്? ഓക്കെ, ഗുഡ്. ഷോ ട്രാൻസ്മ്യൂറൽ റപ്ചർ. ട്രാൻസ്മ്യൂറൽ റപ്ചർ ആണോ ഉള്ളത്? അല്ല. ട്രാൻസ്മ്യൂറൽ എന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ വരും. ഇതൊരു ചെറിയൊരു സ്പ്ലിറ്റ് അല്ലേ ഉള്ളൂ, ചെറിയൊരു വെർട്ടിക്കലായിട്ട് മ്യൂക്കോസൽ ടിയർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഷോ മ്യൂക്കോസൽ ടിയർ, അതാണ് ആൻസർ കേട്ടോ. എല്ലാവർക്കും കിട്ടുന്നില്ലെങ്കിൽ പറയണേ, എന്താ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുവേ. The most prevalent esophageal cancer in the world is? Okay. The most common site of carcinoma esophagus is?
Middle one, sir. Middle one third. ഓക്കെ. ഏറ്റവും ഇത് വേണ്ട, ഇത് നിങ്ങൾ പഠിച്ചില്ല. The most common CNS manifestation of Whipple's disease is cerebellar ataxia, supranuclear. Dementia. Oh, ഓക്കെ. Dementia. ക്രേനിയൽ നെർവ് ഇൻവോൾവ്മെന്റ് വരുവാണെങ്കിൽ, ക്രേനിയൽ നെർവ് ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ Ophthalmoplegia. നിസ്റ്റാഗ്മസും ഒഫ്താൽമോപ്ലീജിയ കേട്ടോ. Ophthalmoplegia. ഓക്കെ. A 13-year male presented with chronic diarrhea, anemia, raised liver enzymes. The most likely associated with ഇത് ഈ ലിവർ എൻസൈംസ് ഒക്കെ റേസ് ചെയ്യുന്നത് സീലിയാക് ഡിസീസിലാണ്. അതിൽ ഏതാണ് ആന്റിബോഡി കാണുന്നത്? Anti-endomysial antibody. ഓക്കെ ഓക്കെ. Which of the following is not a malabsorption syndrome? D. വിപ്പിൾ ഡിസീസ്, സീലിയാക്, ട്രോപ്പിക്കൽ സ്പ്രൂ. ടാഞ്ചിയസിസിസ് ആണ്. ടാഞ്ചിയസിസിൽ ലിപ്പിഡ് മെറ്റബോളിസത്തിൻ്റെതാണ് പ്രശ്നം കേട്ടോ, ടാഞ്ചിയസിസിസ്. ബാക്കി 3 മാലബ്സോർഷൻ സിൻഡ്രത്തിൽ വരുന്നതാണ്, വിപ്പിള്, സീലിയാക്, ട്രോപ്പിക്കൽ. വിപ്പിൾ ഡിസീസിൽ എന്തായാലും പ്രശ്നം, എന്ത് ഓർഗാനിസാണ് ഉണ്ടാക്കുന്നത്? പ്രോഫറീമ വെക്കും. ഓക്കെ. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, അതിന് റിലവൻസ് ഇല്ല. എന്ത് റിയേജന്റ് പോസിറ്റീവ് ആയിരുന്നു? Yes. ഓക്കെ ഓക്കെ. സീലിയാക് ഡിസീസിൽ എന്തായിരുന്നു പ്രശ്നം? അതിൽ ഇൻഫെക്റ്റീവ് കോസ് ഉണ്ടോ? ഇല്ല. Inflammatory ആണ്. എന്തായിരുന്നു HL അസോസിയേഷൻ? DQ8 and DQ2 and DQ8. ട്രോപ്പിക്കൽ സ്പ്രൂവില് ഇതിലൊക്കെ വില്ലസ് അട്രോഫി ഉണ്ട്. ട്രോപ്പിക്കൽ സ്പ്രൂവിൽ എന്തായിരുന്നു പ്രശ്നം? അതിന്റെ കോസ് ഒന്നും അറിഞ്ഞൂടാ, വില്ലസ് അട്രോഫിയാണ് സംഭവിക്കുന്നത്, മാലബ്സോർഷൻ ആണ് ഉണ്ടാവുന്നത്. The risk factor for development of gastric CA: the blood group O, duodenal ulcer, intestinal hyperplasia, intestinal metaplasia type 3. വേഗം പറഞ്ഞോ. ബ്ലഡ് ഗ്രൂപ്പ് O ആർക്കായിരുന്നു? ഗ്യാസ്ട്രിക്കിൽ ഏതായിരുന്നു ബ്ലഡ് ഗ്രൂപ്പ്? ഓക്കെ. ഡുവോഡനൽ അൾസർ ഗ്യാസ്ട്രിക് സി ഉണ്ടാക്കുന്നില്ല. ഇന്റെസ്റ്റൈനൽ ഹൈപ്പർപ്ലേഷ്യ ആണോ പ്രശ്നം? ഇന്റെസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യ ആണോ പ്രശ്നം? ഓക്കെ ഓക്കെ, ഗുഡ്. The epidemiological studies in H. pylori are done using urea blood test. Serological markers. സെറോളജിയിൽ ഏതായിരുന്നു ചെയ്യുന്നത്? ELISA. ഓക്കെ. ഇനി നമ്മൾ ഇറാഡിക്കേറ്റഡ് ആയോ നോക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യല്? ഓക്കെ. The diagnostic test for H. pylori include all the following except urea blood test, rapid urease test, gastric biopsy and Warthin starry stain, SAFA test. കഫയാണോ? അതിലില്ലാത്തത് സഫയ. സഫ എന്ന് പറഞ്ഞാൽ ഓക്കുലാർ ട്യൂബർകുലോസിസിൽ ചെയ്യുന്ന ടെസ്റ്റാണ് കേട്ടോ, സഫ ടെസ്റ്റ്. നിങ്ങൾ എങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ അതിൽ വരുന്നതാണ്, ഇതിലില്ല എന്നുള്ളത് എക്സ്ക്ലൂഡ് ചെയ്താൽ മതി കേട്ടോ. സ്ട്രെസ് അൾസേഴ്സ് സീൻ ഇൻ ബേൺസ് ആർ Curling ulcer. പുഷിംഗ് അൾസേഴ്സിൽ ഏതിലായിരുന്നു? Head trauma. മെലനീസ് അൾസർ, സർജറിയിലുള്ളതല്ലേ മെലനി. മർട്ടറൽ അൾസേഴ്സ് എവിടെയായിരുന്നു? Hypertension. മെലനി ഒന്ന് നോക്കണേ, ഞാൻ മറന്നു കേട്ടോ. റോഡന്റ് അൾസർ, Basal cell carcinoma. മെലനി നോക്കണേ. ഇങ്ങനെ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അതിന്റെ ഓപ്ഷൻസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. H. pylori is not associated with Melanese ulcer in post-operative wound. ഓക്കെ, ശരി ശരി. പോസ്റ്റ് ഓപ്പറേറ്റീവ്. ഓക്കെ.
Helicobacter H. pylori is not associated with Gastric gastrointestinal. ആ Gastric leiomyoma. ആ ഓക്കെ ഗുഡ്. പെപ്റ്റിക് അൾസറിൽ ഏറ്റവും കൂടുതൽ അസോസിയേഷൻ ഏതിനായിരുന്നു? duodenal ulcer. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയായിട്ട് അസോസിയേഷൻ ഉണ്ട് എച്ച് പൈലോറിക്ക്? Malt lymphoma. ആ പിന്നെ കുറെ ഗ്യാസ്ട്രൈറ്റിസ്. Gastritis. Gastric adenocarcinoma. ഓക്കെ. Gastroesophageal reflux disease. ആ നോക്കിയൊന്നും പറയില്ലല്ലോ, ഓർമ്മിച്ച് പറയല്ലേ. ആ ആ ആരോ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവോ? ഇല്ല, അതറിയാതെ. വിച്ച് വൺ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പെപ്റ്റിക് അൾസർ? സ്മോക്കിംഗ് സിഗരറ്റ്, സോളിഞ്ചർ ഇലിസൺ, പ്ലമർ വിൽസൺ, സിറോസിസ്. സ്മോക്കിംഗ് സിഗരറ്റ് അസോസിയേഷൻ ഉണ്ടോ? Yes. സോളിഞ്ചർ ഇലിസൺ ഉണ്ടോ? Yes. സോളിഞ്ചർ ഇലിസണിൽ എവിടെയാ വരിക അൾസർ? Duodenal. ആ പ്ലമർ വിൽസൺസിൽ അൾസർ വരുന്നുണ്ടോ? Yes. Yes. എവിടെ വരില്ല അൾസർ? ഫ്ലവർ വിൽസൺ ആട്ടോ. പെപ്റ്റിക് അൾസറാ ചോദിക്കുന്നത്, പ്ലമർ വിൽസൺ ആട്ടോ. അതിന്റെ ഇത് സിറോസിസിൽ ലാസ്റ്റ് സ്റ്റേജസിലേക്ക് അൾസേഴ്സ് വരും. പ്ലമർ വിൽസൺ ആണ് ആൻസർ കേട്ടോ. പെപ്റ്റിക് അൾസർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓൾ എക്സെപ്റ്റ് വൺ: സിറോസിസ്, സോളിഞ്ചർ ഇലിസൺ, പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം, പെർനീഷ്യസ് അനീമിയ. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. Pernicious anemia. ആ പെർനീഷ്യസ് അനീമിയയിൽ എന്താ പ്രശ്നം സംഭവിക്കുന്നത്? Esophageal web. പെർനീഷ്യസ് അനീമിയയില് സോറി, അതില് പെർനീഷ്യസ് അനീമിയയിൽ എന്താ? ഓട്ടോമ്യൂൺ. ആ പെർനീഷ്യസ് അനീമിയയിൽ ഓട്ടോ ഇമ്മ്യൂണായിട്ട് ഡിസ്ട്രക്ഷനാണ് സംഭവിക്കുന്നത് നമ്മളെ ഗ്ലാൻസിന്. അപ്പൊ പരേറ്റൽ സെൽസ് ഒക്കെ ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അപ്പൊ HCl ഉണ്ടാവൂലോ? ഉണ്ടാവൂല. അപ്പൊ അൾസർ ഉണ്ടാവൂല. പെപ്റ്റിക് അൾസർ പെർനീഷ്യസ് അനീമിയന്റെ അസോസിയേറ്റ്. പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസിൽ അൾസർ ഉണ്ടാവുന്നില്ലേ? നമ്മൾ എന്തായാലും പറയില്ല അതിന് ഗ്രോൺസ്, മോൺസ്, അങ്ങനെ 4 സാധനം ഇല്ലേനോ? അപ്പൊ അത് പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസിൽ അൾസർ ഉണ്ടാവുന്നുണ്ട്. പെർനീഷ്യസ് അനീമിയയിൽ അവിടെ അട്രോഫിയ സംഭവിക്കുന്നത്, പൈറ്റൽ സെൽസ് പോവുക ചെയ്യുന്നത്. അപ്പൊ അവിടെ അൾസർ ഉണ്ടാവണില്ല, HCl പ്രൊഡക്ഷൻ കുറവാണേ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, കിട്ടൂ കേട്ടോ. ഇത് തെറ്റിപ്പോയിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഒന്നും കൂടെ വായിച്ചാൽ മതി കേട്ടോ. പെർനീഷ്യസ് അനീമിയ പ്രീമാലിഗ്നന്റ് അല്ലേ? പെർനീഷ്യസാ? ആ, അത് അട്രോഫി വരുമ്പം ഇറ്റ്സ് ദ ഓക്കെ.